സ്ലോ കുക്കിങ്ങിൽ മീറ്റ് ഉണ്ടാക്കുമ്പോഴും പെട്ടെന്ന് നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് മീറ്റ് ഉണ്ടാക്കുമ്പോഴും വളരെ ഡിഫറൻസ് ആണ് ടേസ്റ്റിൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ബീഫ് പോട്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ബീഫ് പോട്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നല്ല വലിയ കഷ്ണമായിട്ടുള്ള ഒരു മീറ്റാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ബീഫോ ബഫലോ യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് ബീഫാണ്. അപ്പോൾ ഈ ബീഫ് നമ്മൾ കട്ട് ചെയ്യാതെ ഇങ്ങനെ ഒറ്റ ചങ്ക് പീസായിട്ട് വേണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പെപ്പർ കുറച്ച് മാരിനേറ്റ് ചെയ്യാനായിട്ടാണ്. 1 ടീസ്പൂൺ പെപ്പർ, 3 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, 1.5 ടീസ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂൺ, 1/4 എടുക്കാം. അവരുടെ എരിവനുസരിച്ച് ഒരു ചില്ലി പേസ്റ്റ്. ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കാശ്മീരി ചില്ലി ഒരു 5 മുളക് എടുക്കുക, അത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷം അരച്ചെടുക്കുക. അതാണ് ചില്ലി പേസ്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ മിക്സ്ചർ നന്നായിട്ട് മീറ്റിലേക്ക് റബ്ബിൻ ചെയ്യുക. ഇപ്പോൾ കുറച്ച് ഫാറ്റ് ഉണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു 8 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്താൽ നല്ലതാണ്. ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ മാരിനേഡ് എല്ലാ സൈഡിലും നന്നായിട്ട് കോട്ട് ചെയ്തു. ഇനി ഇത് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക ഓവർനൈറ്റ്. അല്ല എങ്കിൽ നമ്മൾ 2 മണിക്കൂർ മിനിമം വെക്കുക, കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം മീറ്റ് ഞാൻ 2 മണിക്കൂറോളം ഇറച്ചി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കയറാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിക്കുക. പാൻ നന്നായിട്ട് ചൂടായി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീറ്റിനകത്തേക്ക് ആഡ് ചെയ്യുക. എല്ലാ സൈഡും ബ്രൗൺ ആണ്, നന്നായിട്ട് ബ്രൗൺ ആകുന്ന വരെ എല്ലാ സൈഡും കുക്ക് ചെയ്തെടുക്കുക. ബ്രൗൺ ആയി കഴിയുമ്പോൾ ടേൺ ചെയ്യുക. ഈ ഒരു ബ്രൗണിങ് കിട്ടണം. ഇതേപോലെ 4 സൈഡും മീറ്റിൻ്റെ എല്ലാ വശവും ഇതേപോലെ ബ്രൗൺ ആവണം. ഇപ്പോൾ ഇവിടെ എല്ലാ സൈഡും ഈ മീറ്റ് നന്നായിട്ട് ബ്രൗൺ ആയി, ഈ ഒരു കളർ കിട്ടണം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ പാൻ ഈ സമയത്ത് കരിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും അത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് ഫ്രഷ് ആയിട്ട് പാൻ വെക്കുക. അപ്പോൾ ഞാൻ ഈ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട് വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതുകൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് സവാള, ചെറിയ സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. നല്ലൊരു മണം വരണം, വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്ന വരെ വഴറ്റുക. ഞാൻ ഈ പോട്ട് റോസ്റ്റ് എൻ്റെ ഒരു വേർഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി എരിവൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ചില്ലി പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം. നേരത്തെ മീറ്റിലേക്ക് നമ്മൾ കുറച്ചിട്ടായിരുന്നു. ഇപ്പോൾ 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ്. ചില്ലി പേസ്റ്റിൻ്റെ റോ സ്മെല്ല് ഫുൾ പോകുന്ന വരെ വഴറ്റിയെടുക്കുക. കുറച്ച് സ്പൈസസ് ഇടാം. 2 ബേ ലീഫ്, ചെറുതായതുകൊണ്ട് 2 അല്ലെങ്കിൽ 1 മതി. ഒരു ചെറിയ കഷ്ണം സിനമൺ, ചെറിയൊരു കഷ്ണം സിനമൺ, ഒരു സ്റ്റാർ അനീസ് അല്ലെങ്കിൽ തക്കോലം, 2 ഗ്രാമ്പൂ, ഒരു 3/4 ടീസ്പൂൺ പെപ്പർകോൺസ്, കുരുമുളക്. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മീറ്റ്, കുക്കല്ല ഇത്, നമ്മൾ സീർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് മീറ്റിനകത്തേക്ക് ഇടുക. ഇതിനകത്തേക്ക് സ്റ്റോക്ക്, ബീഫ് സ്റ്റോക്ക് ഉപയോഗിക്കാം, അല്ല എങ്കിൽ സാധാരണ ചൂടുവെള്ളം ആഡ് ചെയ്താലും മതി. ഒരു 2 കപ്പ് ബീഫ് സ്റ്റോക്ക് ചേർത്തു. കൂടാതെ 1/4 കപ്പ് വൈനൂടെ, കുക്കിംഗ് വൈനാണ്, റൈസ് വൈനാണ്, ചൈനീസ് കുക്കിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വൈൻ ഇല്ല എങ്കിൽ ജസ്റ്റ് ഒമിറ്റ് ചെയ്യുക. ഈ സ്റ്റോക്ക് മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യും.
അതുവരെ ഇത് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് വെട്ടിത്തിളച്ച് തുടങ്ങി. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ഒരു 1.5-2 മണിക്കൂറൊക്കെ എടുക്കും കുക്ക് ആവാനായിട്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ പ്രഷർ കുക്ക് ചെയ്യാം. പ്രഷർ കുക്കറിലാണെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റിലൊക്കെ ഈ മീറ്റ് കുക്ക് ആവും. ബിക്കോസ് വലിയൊരു പീസ് ആകുമ്പോഴത്തേക്ക് കുക്കിംഗ് ടൈം കൂടുതലാവും. അപ്പോൾ നന്നായിട്ട് കുക്കാവുന്ന വരെ ഇത് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ കുറേ നേരമായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുപ്പയിലാണെങ്കിൽ 1.5 മണിക്കൂറൊക്കെ എടുക്കും ബീഫ് കുക്കാവാൻ. പ്രഷർ കുക്കറിലാണെങ്കിൽ 45-50 മിനിറ്റ്സിലൊക്കെ ആവും ചെറിയ ഫ്ലെയിമിൽ. ഇതൊരു 1/4 ഭാഗം കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 250 ഗ്രാം പൊട്ടറ്റോ ആണ്. ഏകദേശം ഒരു ചെറിയ 5 പൊട്ടറ്റോ ആണ്. ഒരു വലിയ ക്യാരറ്റ് ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഇടാം. വേണം മുഴുവനായിട്ടും വേണമിടാം, സ്ലൈസ് ചെയ്ത് ഇടാം. ഇനി ഇതിലേക്ക് സോസസ് ഇടാനായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ്, 1 ടേബിൾ സ്പൂൺ തന്നെ ഡാർക്ക് സോയ് സോസ്. ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളൊരു ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു പോട്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സോസസ് ഒക്കെ കൊടുത്ത് ആ ഒരു ഫ്ലേവറിങ് കൊടുത്തേക്കുന്നത്. ഇനി വീണ്ടും ഈ പൊട്ടറ്റോസും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവണം, അതുവരെ കുക്ക് ചെയ്യുക. പ്രഷർ കുക്കറിലാണെങ്കിൽ വീണ്ടും ഒരു വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുക. പൊട്ടറ്റോസും ഒക്കെ നന്നായിട്ട് കുക്കായി. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മോർ സോൾട്ടും പെപ്പറും ഒക്കെ വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇറച്ചി നന്നായിട്ട് കൂളായി കഴിയുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കും. നമുക്ക് ഈ ഗ്രേവിക്കകത്തു നിന്ന് ഈ മീറ്റ് അങ്ങ് പുറത്തേക്ക് എടുക്കാം. കുക്കായി കഴിഞ്ഞത്തേക്ക് മീറ്റെല്ലാം ഷ്രിങ്കായി. ഇതിനെ കൂളായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ബാക്കിയുള്ള ഗ്രേവിയിലേക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചില്ലീസും ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് റെഡ് ചില്ലീസ് ഇടുവാണ്. അത് എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്യുക. കുറച്ച് സ്പ്രിംഗ് അണിയൻ, മാനേജ് ചെയ്യാവുന്ന ഒരു ചൂടാകുമ്പോൾ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്കിനിയൊരു സെർവ് ചെയ്യാനായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ സാറിന് സെർവ് ചെയ്യുമ്പം 2 അല്ലെങ്കിൽ 3 പീസാണ് വെക്കുക, ഒരാൾക്കെന്നുള്ളൊരു പോർഷൻ. ഇതിലേക്ക് പൊട്ടറ്റോ, ഗ്രേവിയും കൂടി എൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. ഈ ബീഫ് പോട്ട് റോസ്റ്റ് വളരെ ഡിഫറെൻറ്റ് ഫ്ലേവറുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇത് നമുക്ക് സെർവ് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് കുക്ക് നൂഡിൽസിൻ്റെ കൂടെ സെർവ് ചെയ്യാം, വെറുതെ നൂഡിൽസ് വേവിച്ച് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം, പ്ലെയിൻ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഗാർലിക് ബ്രെഡോ അല്ലെങ്കിൽ ടോസ്റ്റഡ് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം, ബിക്കോസ് ഇതിനകത്ത് പൊട്ടറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു 1 പോട്ട് മീൽ പോലെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. വീണ്ടും നമുക്ക് നല്ല വീഡിയോസിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.